ഉപാധികൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അതീവ മാലിന്യങ്ങൾ കടലകളിലും പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ഓടകളും പാടത്തോടങ്ങളും നാലാൾ പോലും നിലമെല്ലാം ആവുന്നത്ര വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുവാൻ മുഹൂർത്തത്തിന് സാക്ഷികളാകുവാൻ ഏവരെയും തിരുവനന്തപുരം ടൗണിലേക്ക് ഭാഗമായി ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും കുടുംബശ്രീ പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സാമൂഹിക നന്മ പ്രതീക്ഷിക്കുന്ന ആളുകളും അങ്ങനെ സമൂഹത്തിലെ നാനാവിഭാഗം ആളുകളും പങ്കെടുക്കുന്ന മാലിന്യമുക്ത ഗ്രാമപ്രഖ്യാപന സന്ദേശ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി ഇതുവഴി കടന്നുവിടുന്നത്. റാലി ഉടുമ്പന്നൂർ ടൗണിൽ എത്തിച്ചേരുമ്പോൾ മാലിന്യമുക്ത ഗ്രാമപ്രഖ്യാപന സമ്മേളനം ആരംഭിച്ചു. റാലിയിലും മാലിന്യമുക്ത ഗ്രാമപ്രഖ്യാപന സമ്മേളനത്തിലും പങ്കെടുക്കുവാൻ ഏവരെയും ഉടുമ്പന്നൂരിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വ്യക്തമായി സുന്ദരമായി സുന്ദരിയായി മുൻപന്നി ഉറവിട ജൈവമാലിന്യ സംസ്കരണ ഉപാധികൾ ഒരുക്കിക്കൊടുത്തുകൊണ്ട് അതീവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുവാൻ ഹരിതകർമ്മസേനയെ വിന്യസിച്ചു. ഉടുമ്പന്നൂർ ടൗണിലും സമീപത്തുള്ള ചെറു കവലകളിലും പൂച്ചട്ടികളിൽ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഓടകളും പാതയോരങ്ങളും നാലാൾ പോലും ഇടമെല്ലാം ആവുന്നത്ര വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുവാനുള്ള ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള ജില്ലാ സന്ദേശ റാലിയാണ് ഈ വാഹനത്തിന് മുന്നിലായി
മാലിന്യമുക്തം. റാലിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളും ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ സവിത് കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നെ തൂകണമേ. ദൈവമേ, ഞാൻ സവിത് കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാമേ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എൻ്റെ വീഥികളിൽ നീ ദീപമായിടണേ. ദൈവമേ, ഞാൻ സവിത് കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ, കൃപയെന്നിൽ തൂകണമേ. ഭൂമിയും വെള്ളവും വായുവും എല്ലാം മലിനമാകും.
വയ്ക്കുക. ഞാനാണ് പ്ലാസ്റ്റിക് ഭൂതം. എന്നെ നിങ്ങൾക്ക് കുപ്പിയിലും കവറിലും എന്തിനേറെ അരിയിലും എന്നെ ചേർത്തിരിക്കുന്നു. കണ്ടാൽ ഞാനൊരു പാവം ഉപകാരി, പക്ഷേ നിങ്ങൾക്ക് എന്നെ അറിയില്ല. അതെ, അമ്മ ഭൂമിയെ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചാക്കി കൊല്ലും. അതിനു മുമ്പേ മക്കളായ മനുഷ്യരെ രോഗാണുക്കൾക്ക് ഭക്ഷണമായി ഇട്ടുകൊടുക്കുന്നു. ഞാനാണ് ജീവവായു. ഞാൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാകില്ല. ആ വരുന്ന കറുത്ത പോയ കണ്ടു, എന്നെ നശിപ്പിക്കുന്നവൻ. അവനാണ് മനുഷ്യരാശിയെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് എന്ന മഹാവിപത്ത് കാരണം ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും ഇനി ഉണ്ടാക്കിയില്ല. കണ്ടില്ലേ എന്റെ അവസ്ഥ? ഞാനാണ് മനുഷ്യന്റെ ജീവന്റെ ജലം. ഞാൻ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. ഞാൻ പുഴകളും എല്ലാം ഉണ്ട്. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ? പുഴകളും തോടും നിറയെ ഞാൻ ഒഴുകിയിരുന്നു. നിങ്ങൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിൽ അലിഞ്ഞു ചേർന്ന് ഈ ലോകം മുഴുവനും ശുദ്ധജലത്തിനായി നെട്ടോട്ടമിടുമ്പോൾ നിങ്ങളുടെ കണ്ണെന്താ തുറക്കാത്തെ? നിങ്ങളുടെ ചിന്ത എന്താ ഉണരാത്തെ? ഞാനാണ് നിങ്ങളെ താങ്ങുന്നത്. ഞാൻ സർവം സഹയാണ്. നിങ്ങൾ എന്നെ വെട്ടിമുറിക്കുമ്പോഴും ഇടിച്ചു വീഴ്ത്തുമ്പോഴും ഞാൻ നിശ്ശബ്ദമായിരിക്കും. നിങ്ങൾ എന്തിനാണ് എനിക്ക് ഈ വിഷവസ്തുക്കൾ നൽകുന്നത്? കൂടിച്ചേരാൻ കഴിയാത്ത ഈ പ്ലാസ്റ്റിക് ഉടനെ എനിക്ക് വേണ്ട. നിങ്ങളുടെ ചെയ്തി മൂലം മലകളും ഇലകളും തടപുഴകി വീഴുമ്പോൾ ഞാൻ പിടയുകയാണ്. നിങ്ങളുടെ ഈ ബുദ്ധി കുറുമ്പം നിങ്ങൾക്ക് തന്നെ വിനയാകും. നിങ്ങൾ എന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പുകകളും പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഇന്ന് രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുഖ സൗകര്യത്തിനും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി മണ്ണ്, ജലം, വായുമെല്ലാം പ്ലാസ്റ്റിക് ഭീകരന് അടിയറ വെച്ചിരിക്കുന്നു. നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? എവിടെ നിന്ന് തുടങ്ങണം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം? എന്നിൽ നിന്ന്, നിങ്ങളിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന്. ഉണരൂ വേഗം.
ഇനിയും മനസ്സുണർന്നാൽ മണ്ണിനിയും ജീവിതം ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. ഞാനും ആത്മാർത്ഥമായി പ്രതിജ്ഞ ഏതാണ്ട് 3 വർഷത്തോളമായി മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2024 ഒക്ടോബർ 2 മുതൽ വളരെ കഠിനമായ പരിശ്രമത്തിലൂടെ ആ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പേര് തന്നെ ജനകീയ ക്യാമ്പയിൻ എന്നാണ്. എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെ ഇതിൻ്റെ ഭാഗമാക്കി മാറിക്കൊണ്ടാണ് നമ്മൾ ഈ ജനകീയ ക്യാമ്പയിൻ വിജയിപ്പിച്ച് നമ്മുടെ അയൽക്കൂട്ടങ്ങളെ 252ഓളം അയൽക്കൂട്ടങ്ങളെ നമ്മൾ ഹരിത അയൽക്കൂട്ടങ്ങളായിട്ട് പ്രഖ്യാപിച്ചു. ഇതൊക്കെ ഓരോ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ വീടുകളിലും ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഉപാധികൾ ഉണ്ടോ എന്നത് പരിശോധിച്ച് അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാണ് നമ്മൾ ഓരോ പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉടുമ്പന്നൂരിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് നമ്മുടെ പൂച്ചെടികളാണ്. നമുക്ക് ഉടുമ്പന്നൂരിലേക്ക് വന്നു കഴിയുമ്പോൾ അറിയാം, നേരത്തെ പോലെയല്ല, നമ്മുടെ ഉടുമ്പന്നൂർ വളരെ സുന്ദരിയാണ്. നമ്മുടെ പുതുവർഷത്തിൽ പുത്തിനുടുപ്പിട്ട ഉടുമ്പന്നൂർ എന്ന ക്യാപ്ഷനോടുകൂടി സമ്പൂർണ്ണമായ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ നടപ്പാക്കിയൊരു പദ്ധതിയാണ്. അതിനോട് സഹകരിച്ച ഒട്ടനവധി ജനങ്ങളുണ്ട് നമുക്കൊപ്പം. അവരെയെല്ലാം നമ്മൾ ഇന്നീ നമ്മുടെ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ തവണയും വാർഡ് തലത്തിലുള്ള ക്ലീനിങ് പ്രവർത്തനങ്ങളും ഈ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഓരോ യോഗങ്ങളിലും ഓരോ തവണയും ഓരോ യോഗങ്ങളിലെ ആളുകളെ വിളിക്കുമ്പോഴത്തേന് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് സന്തോഷപൂർവ്വം പങ്കെടുത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ആദ്യം മുതൽ ഇന്ന് ഈ നിമിഷം വരെ വിധമായ സപ്പോർട്ടോടുകൂടി നിന്ന് എൻ്റെ കുടുംബശ്രീ ചേച്ചിമാർ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അവരെയെല്ലാം നന്ദിപൂർവ്വം ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും നമുക്കത് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സുലേഷ മെമ്പർ ഇവിടെ അവതരിപ്പിക്കും. അപ്പം ഞാൻ അതിലോട്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. എങ്കിൽ പോലും ഇന്നിവിടെ സഹകരിച്ചവരെയും അതുപോലെ തന്നെ ഇത്രയും നാളും ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി സഹകരിച്ചവരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ അവസ്ഥാരേഖ അവതരണത്തിനായി ശ്രീമതി സുലേഷ സലീം, നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, അതുപോലെ മറ്റ് CDS ഭാരവാഹികൾ, CDS ചെയർപേഴ്സൺ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളോടെല്ലാം ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു മാലിന്യത്തെ എങ്ങനെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനും അല്ലെങ്കിൽ പഞ്ചായത്താകുന്നതിനും വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്ത നമ്മുടെ പഞ്ചായത്ത് സ്റ്റാഫുകൾ, അതുപോലെ ഘടക സ്ഥാപന പ്രതിനിധികൾ, സ്കൂളുകളിലെ HM, അങ്ങനെ വിവിധ തലത്തിലുള്ള ആളുകളെല്ലാം ഇന്ന് നമ്മുടെ ഈ പ്രഖ്യാപന റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരെയും ഇന്നത്തെ ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ ഈ ഇതിൽ പങ്കെടുത്തതിന് നന്ദിയോടെ സ്മരിക്കുന്നു.
നമുക്കറിയാം നമ്മൾ വർഷങ്ങളായി ഒരു പക്ഷേ കുറേ നാളുകളായിട്ട് നമ്മൾ മാലിന്യമുക്ത ക്യാമ്പയിനായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു ഗ്രാമപഞ്ചായത്തിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർക്കോ സ്റ്റാഫുകൾക്കോ ഒന്നും മാത്രം വിചാരിച്ചാൽ അത് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് ഒരു മാലിന്യമുക്തം എന്ന ഒരു നാടിനെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഒരു ജനകീയ ക്യാമ്പയിനിലൂടെ മാത്രമാണ് നമുക്കത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആദരണീയനായ പ്രസിഡന്റ് ശ്രീ എം നിതീഷ് അവരുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപന വേദിയുടെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ആതിര രാമചന്ദ്രൻ, വേദിയിലുള്ള ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഇന്ദു സുധാകരൻ, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, CDS ഭാരവാഹികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വിവിധ
രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ പി ജെ ഉലഹന്നാൻ, ശ്രീ രാജു കൊന്നനാൽ, നമ്മുടെ SNDP യൂണിയൻ്റെ താലൂക്ക് യൂണിയൻ കൗൺസിലർ പ്രിയപ്പെട്ട ശ്രീ ശിവചേട്ടൻ, മറ്റ് വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ അശ്വതി മധു, മറ്റ് പ്രിയപ്പെട്ട സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരെ, ഒട്ടേറെ പ്രതികൂലമായ സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് രാവിലെ നാം നടത്തിയ റാലിയിൽ നിരവധിയായ ആളുകൾ അണിചേർന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കിവിടെ ഒരു യോഗം നടത്തുവാനുള്ള പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഓഡിറ്റോറിയങ്ങളൊന്നും പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ വേദി നമുക്ക് ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ ശുഷ്കമായ നിലയിൽ സംഘടിപ്പിക്കേണ്ടി വന്നത്. എങ്കിലും ഈ ഒരു ക്യാമ്പയിൻ, മാലിന്യമുക്ത നവകേരളത്തിനായിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ, ഇതുപോലെ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് മുമ്പാകെ പ്രഖ്യാപിക്കണം എന്ന് ഗവൺമെന്റ് ആഗ്രഹിച്ചതും നമ്മൾ തീരുമാനിച്ചതും ഈ പ്രവർത്തനം ജനകീയ ക്യാമ്പയിനിലൂടെ മാത്രമേ വിജയിപ്പിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കേരളം ജനകീയ പങ്കാളിത്തത്തോടുകൂടി നിരവധിയായ കാര്യങ്ങൾ ഏറ്റെടുത്ത് മാതൃക തീർത്തിട്ടുള്ള സംസ്ഥാനമാണ്. ലോകത്തിന് മുമ്പിൽ കേരള മോഡൽ വികസനം അല്ലെങ്കിൽ കേരള മാതൃക ഇന്ന് ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും വലിയ പ്രശംസ അതുമായി ബന്ധപ്പെട്ട് നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കേരളം ഒരുപാട് മാതൃകകൾ ലോകത്തിന് മുമ്പാകെ തീർത്ത കേരളമാണ്. കുറച്ച് പ്രായമുള്ള ആളുകൾക്കറിയാം, 90കളിലാണ് എഴുത്തും വായനയും അറിയാത്ത ആളുകളെ അക്ഷരം അഭ്യസിക്കുന്നതിനായി ഒരു ജനകീയ ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ നടന്നത്. സാക്ഷരതാ യജ്ഞം എന്നാണ് ആ ക്യാമ്പയിനെ വിളിച്ചത്. പിന്നീട് 96ലേക്ക് വന്നപ്പോൾ ജനകീയ ആസൂത്രണം ഉൾപ്പെടെ നിരവധിയായ മുന്നേറ്റങ്ങൾ, ഭവനമില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം അധികാരത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യക്കാകെ മാതൃക തീർത്തത് നമ്മുടെ കേരളത്തിലാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഈ കേരളം മറ്റൊരു കാര്യത്തിൽ കൂടി മാതൃക കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളത്തിനായിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ ആ അർത്ഥത്തിൽ തന്നെ ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ട് നടത്തണം എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുക. അതിന് നിരവധിയായ കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഖ്യാപനം ഇന്ന് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഈ മാലിന്യമുക്ത പ്രഖ്യാപനത്തിൻ്റെ പ്രചരണ പരിപാടികൾ, അതായത് വാർഡ് തലത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഹരിതഭവനങ്ങളുടെ ഗ്രേഡിങ്ങും ഉദ്ഘാടനങ്ങളും എല്ലാം നടന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ ദിവസമാണ് നവമാധ്യമത്തിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ചില സന്ദേശങ്ങൾ പ്രചരിക്കുന്ന ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് നമ്മുടെ ചില വാർഡിൻ്റെ പേരോ ആരുടെ പേരോ ഒന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല, എല്ലാ വാർഡുകളിലും നമ്മളുടെ വാർഡ് തല പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി പരിസരങ്ങൾ, റോഡ് സൈഡുകളെല്ലാം വൃത്തിയാക്കുകയും ശുചീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശുചീകരിച്ച പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞ വാർഡിൽ ഒരു റോഡിൻ്റെ സൈഡിൽ 3 പ്ലാസ്റ്റിക് കവറുകൾ, കുട്ടികൾ ആരെങ്കിലും ബിങ്കോയോ അതുപോലുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് നിക്ഷേപിച്ച കവറുകളാണ്. 3 പ്ലാസ്റ്റിക് കവറുകൾ കടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഒരു വ്യക്തി ആ വാർഡിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ചോദ്യം ഇതാണോ ഉടുമ്പന്നൂരിൻ്റെ മാലിന്യമുക്ത ഉടുമ്പന്നൂർ? ചോദ്യം വളരെ സിമ്പിളാണ്. കാരണം ആളുകൾ വൃത്തിയാക്കുന്നു, നിക്ഷേപിക്കാൻ ആളുകൾ വരുന്നു, ഫോട്ടോ എടുക്കാൻ കുറച്ച് ആളുകളും ഏതു കാര്യത്തിനെയും വിമർശന ബുദ്ധിയോടുകൂടി കാണുവാൻ മറ്റു ചില ആളുകളും. എന്നാൽ അവിടെ കഴിഞ്ഞ 3 ദിവസക്കാലം എടുത്ത് ആ വഴി അടിച്ച് വൃത്തിയാക്കിയ ഹരിതകർമ്മ സേനാംഗങ്ങളെക്കുറിച്ചോ തൊഴിലുറപ്പ് തൊഴിലാളികളെക്കുറിച്ചോ വാർഡ് മെമ്പർമാരെക്കുറിച്ചോ ആ ക്ലീനിങ് നടത്തുവാൻ പഞ്ചായത്തിൻ്റെ വാർഡ് തല മോണിറ്ററിംഗ് സമിതി നടത്തിയിട്ടുള്ള ആ ഇടപെടലിനെ സംബന്ധിച്ചോ ഒരു വാക്ക് പോലും, അഭിനന്ദനങ്ങൾ പോലും പറയാതെയാണ് ഈ വ്യക്തിയുടെ ഈ പരാമർശം. ഈ 3 കവറുകൾ കിടക്കുന്നത് കൊണ്ട് ഉടുമ്പന്നൂർ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് യോഗ്യമാണോ എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യം ഉയർത്തുന്ന ചിന്തകൾക്ക് മാറ്റം വരാതെ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട് കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമായി മാറില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത്. 100% ഈ നാടിൻ്റെ മുക്കും മൂലയും ആകെ അരിച്ചു വൃത്തിയാക്കി എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കുമില്ല. പക്ഷേ നാം ഇവിടെ ഒരു തുടക്കം കുറിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഉടുമ്പന്നൂരിലെ ബഹുമാന്യരായ ജനവിശ്വാസികളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായോ ജാതിമത ചിന്തകളുടെ ഭാഗമായോ നിങ്ങൾ അഭിപ്രായം പറയണ്ട. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ 4 വർഷക്കാലം മുമ്പുണ്ടായിരുന്ന ഉടുമ്പന്നൂരാണോ ഇന്ന് എന്ന ചോദ്യം ഞങ്ങൾ ഉയർത്തുകയാണ്. 4 വർഷക്കാലം മുമ്പുണ്ടായിരുന്ന ഉടുമ്പന്നൂരല്ല ഇന്നത്തെ ഉടുമ്പന്നൂരെന്ന് അഭിമാനപൂർവ്വം നെഞ്ചത്ത് കൈവച്ച് ഈ ഭരണസമിതിക്ക് പറയാൻ കഴിയും. അത് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഉടുമ്പന്നൂർ ടൗണിലേക്ക് 4 വർഷക്കാലം മുമ്പ് ഇറങ്ങി വരുമ്പോൾ ഇതായിരുന്നു ഈ പട്ടണത്തിന്റെ സ്ഥിതി. അങ്ങമിങ്ങും മുക്കിലും മൂലയിലും ചീറിക്കിടക്കുന്ന കുമ്പ് കൂടി കിടക്കുന്ന മാലിന്യങ്ങൾ.
മൂലയിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന മാലിന്യ കൂമ്പാരത്തിന്റെ പിറ്റുകൾ, ഇതൊക്കെയായിരുന്നു 4 വർഷക്കാലം മുമ്പത്തെ ഉടുമ്പന്നൂരിന്റെ മുഖച്ഛായ. ഇന്ന് ഈ പട്ടണഭാഗം മാറിയിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായി എന്ന അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഞങ്ങൾ കൂട്ടായി നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമം ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ മാത്രമായ പരിശ്രമമല്ല. ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തു. ഭരണസമിതി അംഗങ്ങൾ 16 പേർ ഒറ്റക്കെട്ടായി. അവിടെയും ഒരു ചിന്തയുടെയും വ്യത്യാസം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. 16 ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരവരെ വാർഡുകൾ പൂർണ്ണമായും ശുചീകരിക്കണം, മാലിന്യമുക്തമാക്കണം എന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അതൊന്നും ഞങ്ങൾക്ക് തർക്കമല്ല. പക്ഷേ ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുൻപോട്ട് പോയി. അതിന്റെ ഭാഗമായി ഇവിടെ അവസ്ഥാരേഖ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്യാമ്പയിന്റെ ചെയർമാനും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായ ശ്രീമതി സുലേഷ സലീം സൂചിപ്പിച്ചുവല്ലോ, ഏതാണ്ട് 1,71,24,213 രൂപയുടെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ മാത്രം നാം ഏറ്റെടുത്തത്. ഇനിയും ഏതാണ്ട് 45 ലക്ഷത്തിൽ പരം രൂപയുടെ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ഓൺഗോയിങ് ആയി നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ച നമുക്കുണ്ടാക്കണം. ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് എല്ലാം അവസാനിച്ചു, ഈ നാടാകെ സുന്ദരമായി എന്ന അവകാശവാദവും ഞങ്ങൾക്കില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കപ്പെട്ടല്ലോ പല ആളുകളുടെയും മനോഭാവത്തെക്കുറിച്ച്. ഹരിതകർമ്മസേനാംഗങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ 26% ആളുകൾ മാത്രമാണ് ഹരിതകർമ്മസേനയുമായി സഹകരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അവരുടെ കവറേജ് 26%. എന്നാൽ ഇന്ന് ഈ മാർച്ച് മാസം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 4-5 മാസക്കാലം തുടർച്ചയായി 97% മുകളിൽ 100% വരെ കവറേജുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല വാർഡുകളിലും യൂസർ ഫീ കളക്ഷന്റെ കാര്യത്തിലൊക്കെ ഏതാണ്ട് 3-4% ആളുകൾ മാത്രമാണ്, 500 വീടുകളെടുത്ത് 10-13 വീട്ടുകാർ മാത്രമാണ് ഇപ്പോഴും ഹരിതകർമ്മസേനയുമായി സഹകരിക്കാതിരിക്കുന്നത്. ഈ അവസ്ഥാരേഖ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം, അതായത് 2024 ഏപ്രിൽ 1 മുതൽ നാളിതുവരെ നമ്മളുടെ പഞ്ചായത്തിൽ നിന്നും നാം കയറ്റി അയച്ച പുനരുപയോഗിക്കാൻ സാധ്യതയില്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് എന്ന് പറയുന്നത് 41,380 കിലോഗ്രാമാണ്. പുനരുപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങൾ വൃത്തിയാക്കി പുനരുപയോഗിക്കാൻ പാകത്തിലുള്ള മാലിന്യങ്ങളായി നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നാം കയറ്റി അയച്ചത് 3,740 കിലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ആകെ ഏതാണ്ട് 45,000-ഓളം കിലോ പ്ലാസ്റ്റിക് ഈ ഒരു വർഷക്കാലം, ഈ ഏപ്രിൽ മാസം മുതൽ ഈ മാർച്ച് മാസം 29-ാം തീയതി നമ്മളിവിടെ സമ്മേളിക്കുന്ന കാലം വരെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കയറ്റി പുറമേക്ക് അയക്കാൻ നമുക്കായി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് മറുവശം കൂടിയുണ്ട്. ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കളക്ട് ചെയ്ത് നമുക്ക് അയക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ പ്ലാസ്റ്റിക്കുകൾ എവിടെ നിക്ഷേപിക്കപ്പെടുമായിരുന്നു? അത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ പറമ്പുകളിൽ, നമ്മുടെ ജലാശയങ്ങളിൽ വലിച്ചെറിയപ്പെടുകയോ അതല്ലെങ്കിൽ കത്തിച്ച് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ അടിമപ്പെടാൻ കഴിയുന്ന ആ വിഷവാതകം ശ്വസിക്കാൻ വിധിക്കപ്പെട്ടവരായി ഞാനും നിങ്ങളും ഈ ഭൂമുഖത്ത് മാറുമായിരുന്നു. അങ്ങനെ മാറ്റാതിരിക്കാൻ, ഈ നാടിനെ രോഗാതുരമാകാതിരിക്കാൻ, ഈ നാടിനെ മനോഹരമാക്കാൻ, അങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്ന മഹനീയമായ പ്രവർത്തനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങൾ ഈ നാടിനകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരാണ് ഈ മാലിന്യമുക്ത നവകേരളത്തിന്റെ മുന്നണി പോരാളികൾ. അവരുമായി സഹകരിക്കുവാനും അവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും പ്രിയപ്പെട്ടവരെ നമുക്കാകുമ്പോഴാണ്, ആ മനോഭാവത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് നമ്മുടെ നാട് വീണ്ടും സുന്ദരമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഇതൊരു തുടക്കമാണ്, പുതിയൊരു തുടക്കമാണ്, ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. എല്ലാം മനോഹരമായെന്നോ എല്ലാം സുന്ദരമായെന്നോ ഉടുമ്പന്നൂരാകെ വലിയ സ്വർഗലോകമായെന്നോ എന്ന അവകാശവാദമല്ല ഞങ്ങൾ ഉയർത്തുന്നത്. മറിച്ച് നമുക്കൊരുമിച്ചൊരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കാം. ആ മാറ്റം നമ്മളിലൂടെ ഓരോരുത്തരുടെയും ആവട്ടെ എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. അതാണ് ഈ പ്രഖ്യാപനത്തിന്റെ മുഖമുദ്ര എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മൾ ഉടുമ്പന്നൂർ നിവാസികൾ നാളുകളിൽ ശുചിത്വ ഉടുമ്പന്നൂരിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറുമെന്ന പ്രതിജ്ഞ നമ്മളാണ് ഗ്യാരണ്ടി. എന്റെ ഉടുമ്പന്നൂർ എത്ര സുന്ദരമായിരിക്കുന്നുവോ
ആ ഉടുമ്പന്നൂരിനെ പുറം ലോകത്ത് അടയാളപ്പെടുത്തുമ്പോൾ ആ അടയാളപ്പെടുത്തലിന്റെ അഭിമാനം ഏറ്റുവാങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല, ഉടുമ്പന്നൂരിലെ 21,000-ഓളം വരുന്ന ബഹുജനങ്ങളാണ്. ആ ബഹുജനങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഈ ഭരണസമിതി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റിന്റെ ഒട്ടേറെ അംഗീകാരങ്ങൾ ഈ ഭരണസമിതിയെ തേടിയെത്തുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തുടർച്ചയായ 2ാമത്തെ തവണയാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച പഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ഞങ്ങളെ തേടിയെത്തിയത്. ആ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നത് അഹങ്കാരമോ മറ്റ് സന്തോഷങ്ങളോ അല്ല, മറിച്ച് ഇവിടുത്തെ ജനങ്ങൾ, ഈ പഞ്ചായത്തിലെ ഞാൻ സൂചിപ്പിച്ച 24,000-ൽ പരം വരുന്ന ബഹുജനങ്ങളെ ഓരോരുത്തരെയും നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ഞങ്ങളെ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കാരണം ആ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഓരോന്നായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് എത്തുമ്പോൾ ആ പുരസ്കാരത്തിനും അംഗീകാരങ്ങൾക്കുമെല്ലാം അവകാശപ്പെട്ടവർ ഈ നാട്ടിൽ ഈ ഭരണസമിതി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളോടും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതി മത ചിന്തകളുടെ വ്യത്യാസമില്ലാതെ സഹകരിക്കുന്ന, ഈ തീരുമാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുൻകൈയോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് ലഭിക്കുന്ന എല്ലാ അംഗീകാരങ്ങളെയും ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും മുമ്പിൽ അഭിമാനപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നേടുന്ന നേട്ടമാണിത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ആ നേട്ടം ഇനിയും ഉണ്ടാകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയണം. ആ ഒരുമിച്ച് നിൽക്കാൻ കഴിയണമെന്ന അഭ്യർത്ഥനയും ആഹ്വാനവുമാണ് നമ്മൾ ഈ പ്രഖ്യാപനത്തിലൂടെ മുൻപോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന മികവാർന്ന തീരുമാനങ്ങൾക്കെല്ലാം ഈ നാട്ടിലെ ബഹുജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടായിട്ടുണ്ട് എന്നൊരിക്കൽ കൂടി അടിവരയിടുവാനും വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കകത്ത് മാത്രമല്ല, മറ്റൊട്ടേറെ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തങ്ങളാർന്ന വികസന കാഴ്ചപ്പാടാണ് ഈ ഭരണസമിതി മുൻപോട്ട് വെച്ചത്. ആ ബാലവൃദ്ധം ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ പൊതുസമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും അംഗൻവാടി തലം മുതൽ വയോജന തലം വരെയുള്ള ബഹുജനങ്ങളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമാർന്ന വികസന കാഴ്ചപ്പാടാണ് നാം അവതരിപ്പിച്ചത്. ആ വികസന കാഴ്ചപ്പാടിനാണ് നമുക്ക് അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നാം എല്ലാവരും എപ്പോഴും പ്രസംഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ കുറിച്ചാണ്. ആ കുഞ്ഞുങ്ങളാണ് നാളെയിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ടത്. ആ കുട്ടികളെയാണ് ഭാവി കേരളത്തിന്റെയും ഭാവി ഉടുമ്പന്നൂരിന്റെയും എല്ലാവിധ കരുത്തും ശേഷിയും ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ചത് കുഞ്ഞുങ്ങളിൽ നിന്നാണ്. അംഗൻവാടിയിലെ കുട്ടികൾക്ക് നല്ല പോഷകാഹാരങ്ങളും പഠന സൗകര്യങ്ങളും ലഭ്യമാക്കണം. അത് കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണം. അതിനാവശ്യമായി നമ്മുടെ 22 അംഗൻവാടികളെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും കുഞ്ഞുങ്ങൾക്ക് പുതിയ തരത്തിലുള്ള കളിയുപകരണങ്ങൾ ലഭ്യമാക്കുകയും അവർക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ ആ അംഗൻവാടി കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അവരുടെ അധ്യാപകർക്കുമെല്ലാം വർഷത്തിലൊരിക്കൽ കൂടിച്ചേർന്ന് മാനസിക ഉല്ലാസത്തിന് വേണ്ടി പൂമ്പാറ്റ എന്ന പേരിലുള്ള ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അംഗൻവാടി തലത്തിൽ നമ്മൾ ഇടപെട്ടത്. അംഗൻവാടി കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണ്. ആ പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ 10 വിദ്യാലയങ്ങൾ. ആ വിദ്യാലയങ്ങളെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക രംഗത്തു തന്നെ ഇടപെട്ടു. വിദ്യാമൃതം എന്ന പേരിലുള്ള ഒരു പുതിയ പദ്ധതി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇന്നലെ എന്നെ അതിശയപ്പെടുത്തിയ കാര്യമുണ്ട്, സാന്ദർഭികവശാൽ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. മിനിഞ്ഞാന്ന് എന്റെ കുട്ടി പഠിക്കുന്ന തട്ടക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് അവിടുത്തെ ക്ലാസ് അധ്യാപിക വിളിച്ചു. മിനിഞ്ഞാന്നാണ് അവിടുത്തെ പരീക്ഷ തീർന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ. ഇന്നലെ രാവിലെ പള്ളിക്കൂടത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ ചെന്നപ്പോ അവിടുത്തെ ഈ വാർഷിക പരീക്ഷയുടെ മുഴുവൻ പരീക്ഷാ പേപ്പറും 24 മണിക്കൂറിനകം മൂല്യനിർണ്ണയം നടത്തി ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കുട്ടികൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. ഒരു പുതിയ മാറ്റമാണ്. 24 മണിക്കൂർ കൊണ്ട് ഒരു വാർഷിക പരീക്ഷയുടെ മുഴുവൻ ചോദ്യപേപ്പർ മൂല്യനിർണ്ണയം നടത്തി രക്ഷിതാക്കളെ വിളിച്ചു കൊടുക്കുന്ന മാതൃകയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മാറുന്നു. പരീക്ഷാ പേപ്പർ പരിശോധിച്ചു, ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം എന്നോട് ടീച്ചർ പറഞ്ഞു, പ്രസിഡന്റ് പോകല്ലേ, ഒരു കാര്യം കൂടിയുണ്ട് എന്നൊരു പൊതി എടുത്തുകൊണ്ട് തന്നു. അതും ഒരു ചാക്കു സഞ്ചിക്കകത്ത് 4 കിലോ അരി, 4 കിലോ 2 മാസത്തെ കുട്ടിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ. ഇങ്ങനെ മാറുകയാണ് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ. ആ പൊതുവിദ്യാലയങ്ങളോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിദ്യാമൃതം എന്ന പേരിലുള്ള പുതിയ പദ്ധതി ഏറ്റെടുക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് മികച്ച അക്കാദമിക് നിലവാരമുണ്ടാകണം. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം ഉയർത്തുക മാത്രമല്ല ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ചുമതല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ആ സ്കൂളിലെ കുട്ടികളിൽ പഠന വൈകല്യമുള്ള കുട്ടികളെ കണ്ടെത്തി
പ്രത്യേകമായ പരിശീലന പരിപാടികൾ കൊടുക്കുന്ന മികവ് എന്ന പേരിലുള്ള മനഃശാസ്ത്ര വിദ്യാഭ്യാസ പഠന സഹായ പദ്ധതി ഇതാ മലയിഞ്ചി സ്കൂളിലെ ടീച്ചറും കുട്ടികളും ഇപ്പോൾ നമ്മുടെ വേദിയിലുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അറിയാം, ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ മികവ് എന്ന പേരിലുള്ള ഈ മനഃശാസ്ത്ര വിദ്യാഭ്യാസ പഠന സഹായ പദ്ധതി നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരത്തെ ഉയർത്തുകയാണ്. അവർ മികച്ച കുട്ടികളായി വളർന്നു വരികയാണ്. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഈ വേദി നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് എത്ര മിടുക്കന്മാരും മിടുക്കികളുമായിട്ടാണ്, എത്ര സുന്ദരമായിട്ടാണ് 4ാം ക്ലാസ് വരെ ആ പള്ളിക്കൂടത്തിലുള്ളൂ എന്ന് നാം ഓർക്കണം. 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ എത്ര ചടുലമായി, എത്ര സുന്ദരമായാണ് മാലിന്യമുക്ത കേരളത്തിന്റെ സന്ദേശം ഈ വേദിയിൽ അവതരിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ വിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്താൻ ഈ മികവ് എന്ന പേരിലുള്ള മനഃശാസ്ത്ര വിദ്യാഭ്യാസ പഠന സഹായ പദ്ധതി മാത്രമല്ല, LS സ്കോളർഷിപ്പിന്റെ പരിശീലനവും കായികക്ഷമതാ പരിശീലനവും യോഗ പരിശീലനങ്ങളും അവർക്ക് കരകൗശലമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ട പരിശീലനങ്ങളും അടക്കം വിദ്യാമൃതം എന്ന പേരിൽ നമ്മുടെ വിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വനിതാ രംഗത്ത് എല്ലാം ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ചരിത്രത്തിൽ ആദ്യമായി 25 വർഷക്കാലത്തെ ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളെ ഹൃദയത്തോട് ചേർക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും അവർ സംഘടിപ്പിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ട ധനസഹായമായി 30,000 രൂപ മുതൽ 50,000 രൂപ വരെ വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ വനിതാ സഹോദരിമാരെ ഹൃദയത്തോട് ചേർക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് വനിതകൾക്ക് വേണ്ടി മാത്രമായി 41 ലക്ഷം രൂപയുടെ അവൾക്കൊപ്പം എന്ന പദ്ധതി നാം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. പ്രത്യേകമായി മെഡിക്കൽ ക്യാമ്പുകൾ വനിതകൾക്കായി, അവർക്കായി പ്രത്യേകമായ മരുന്നുകളും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നു. ഇവിടെ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി അവസ്ഥാരേഖ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ഇവിടെ സൂചിപ്പിക്കല്ലോ, നമ്മുടെ സാനിറ്ററി നാപ്കിന്നുകളുടെ അമിതമായിട്ടുള്ള വലിച്ചെറിയൽ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച്. അങ്ങനെ വലിച്ചെറിയാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ 4500 വനിതകൾക്ക് സൗജന്യമായി മെട്രൽ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി ഏറ്റെടുത്തത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. 2000 ആളുകൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞ് ബാക്കി വിതരണം തയ്യാറായി നമ്മുടെ PHS ഇരിക്കുകയാണ്. അങ്ങനെ ആ വനിതകളെ ആകെ നാം ചേർത്ത് പിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒഴിവാക്കി നിർത്തപ്പെടാണ്ടാത്ത മറ്റൊരു വിഭാഗം നമ്മളോടൊപ്പം ഉണ്ട്, ഭിന്നശേഷിക്കാർ. 296 ആളുകളാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത്. അവരെ എല്ലാവരെയും കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അവരിൽ സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള മുഴുവൻ ഭിന്നശേഷി വിഭാഗക്കാർക്കും ഗവൺമെന്റ് അനുശാസിക്കുന്ന 28,600 രൂപ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നതിനായി ഗ്രാമ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ടുള്ള പദ്ധതി രംഗത്തേറ്റെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ചലനവൈകല്യമുള്ളവർക്ക്, സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ചലിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യമായി ചലനോപകരണങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി പ്രത്യേകമായ മെഡിക്കൽ പരിശോധന സൗജന്യമായി നടത്തിക്കൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് 8.5 ലക്ഷം രൂപയുടെ സഹായ ഉപകരണങ്ങളാണ് നമ്മൾ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വിതരണം ചെയ്തത്. അവരുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് 30,000 രൂപ മുതൽ 90,000 രൂപ വരെ നാം തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവരുടെ കുട്ടികൾ മറ്റു മേഖലകളിലേക്ക് കഴിവ് തിരിച്ചുവിടേണ്ട നിരവധിയായ കുട്ടികൾ ഭിന്നശേഷി വിഭാഗക്കാർക്കുണ്ട്. അവർക്കായി നമ്മൾ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്സ് വിദ്യാലയത്തിന്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ ആ ബഡ്സ് വിദ്യാലയം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഭിന്നശേഷിക്കാരുടെ മേഖലയ്ക്ക് നമുക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന അഭിമാനബോധത്തിന്റെ മുൻപിലാണ് നമ്മുടെ ഭരണസമിതി ഉള്ളത്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നാം ചേർത്ത് പിടിക്കേണ്ട മറ്റൊരു വിഭാഗമായി ഞങ്ങൾ കണ്ടത് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ എല്ലാവരുടെയും കാരണവന്മാരാണ്. ഒരു പുരുഷായുസ് മുഴുവൻ സ്വന്തം വീടിന് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കാൻ വിധിക്കപ്പെട്ട് ജീവിതത്തിന്റെ സായംകാലത്ത് 60 വയസ്സിലേക്ക് എത്തുമ്പോൾ വീടിന്റെ ഏതെങ്കിലും ഒരു കോലാകിത്തുണ്ടെങ്കിൽ ഇരുന്ന് വിശ്രമിക്കാൻ വിധിക്കപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും കാരണവന്മാർ. ആ കാരണവന്മാരുടെ ഹൃദയവികാരത്തെ ഈ ഭരണസമിതി ഉൾക്കൊള്ളുകയാണ്. ഞങ്ങൾ തീരുമാനമെടുത്തു, കാർമേഘം ചൂടരുത്, ഒരു വാർദ്ധക്യവും ആദികൾ പെയ്തൊഴിഞ്ഞ തെളിമാനമാകണം നമ്മുടെ പഞ്ചായത്തിൽ. ഉല്ലാസക്കൂടെന്ന പേരിൽ വയോജനങ്ങളുടെ പ്രത്യേകമായി കൂട്ടായ്മ രൂപീകരിച്ചു. 59 വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങളും അതിനകത്ത് അംഗങ്ങളാകണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ 85 അയൽക്കൂട്ടങ്ങളും 16 വാർഡ് കമ്മിറ്റികളും ഒരു പഞ്ചായത്ത് തല കമ്മിറ്റിയും നാം പൂർത്തിയാക്കി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. അവർക്ക് വേണ്ടി മാത്രമായ പ്രത്യേകമായി മെഡിക്കൽ ക്യാമ്പുകൾ, ആ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് വേണ്ടി പ്രത്യേകമായി സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതികൾ, വിനോദയാത്രാ പദ്ധതികൾ ആകെ നടപ്പിലാക്കിക്കൊണ്ട് ആ ഉല്ലാസക്കൂടിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ ഒരു വികസന രേഖ തയ്യാറാക്കി വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായി അവർക്ക് വേണ്ടിയിട്ടുള്ള ഉല്ലാസദായക പദ്ധതികൾ
ആരോഗ്യദായക പദ്ധതികൾ, വരുമാനദായക പദ്ധതികൾ, അങ്ങനെയുള്ള വിവിധങ്ങളായ പദ്ധതികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പുതിയ വികസന രേഖ വയോജനങ്ങൾക്ക് മാത്രമായി ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി ഏപ്രിൽ മാസത്തിൽ തിരുവനന്തപുരത്ത് തടങ്കിൽ വെച്ച് നമ്മൾ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആ വയോജന രേഖ പ്രകാശനം ചെയ്യുമ്പോൾ കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു സംഘടന ഉണ്ടാക്കി അവർക്ക് വേണ്ടി മാത്രമായി ഒരു വികസന രേഖ തയ്യാറാക്കി പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് മാറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ വിഭാഗത്തെയും നാം നെഞ്ചോട് ചേർക്കുകയാണ്. ഈ നാടിന്റെ പൊതുകാര്യങ്ങളിൽ ഞാൻ ദീർഘമായി കാര്യങ്ങളിലേക്ക് പറഞ്ഞു പോകുന്നില്ല. ഈ നാടിന്റെ ഏറെക്കാലത്തെ ചിരകാല അഭിലാഷമായിരുന്ന പൊതുമൈതാനം എന്ന സ്വപ്നം നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്തുകൊണ്ട് ഈ നാടിനോട് പറഞ്ഞ ഒരു വാഗ്ദാനത്തെ നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ഏക്കർ സ്ഥലം നാം ഇപ്പോൾ വില കൊടുത്ത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇനി അതിന്റെ മറ്റ് ഗ്രൗണ്ട് ലെവലിൽ അടക്കം പൂർത്തിയാകുമ്പോൾ ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ സ്വപ്നം കണ്ടിരുന്ന, ഒരുപാട് ചെറുപ്പക്കാർ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ പ്രിയമുള്ളവരെ, ഉടുമ്പന്നൂരിൽ അതൊരു പുതിയ ചരിത്രമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അങ്ങനെ മാറുമ്പോൾ അതുകൂടി ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചില ആളുകൾ ഇന്നത്തെ വർത്തമാന പത്രത്തിലടക്കം ചില വാർത്തകളുമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരോടായി, ഈ നാടിനോടായി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സ്ഥലം ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാങ്ങിയത് തഹസീൽദാർ നിശ്ചയിച്ചു വന്നിട്ടുള്ള അടിസ്ഥാന വിലയേക്കാൾ 2.5 ലക്ഷം രൂപ താഴ്ത്തിയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന കാര്യം കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കണം. അതിന് രേഖകളൊക്കെ ഇപ്പൊ ചില ആളുകൾ പേര് വെളിപ്പെടുത്താതെയും പേര് വെളിപ്പെടുത്തിയും ഒക്കെ ചില രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് നാട്ടിൽ മസിൽ പിടിച്ചു നടക്കുന്ന ചില ആളുകൾ ഇപ്പൊ പരാതിയുമൊക്കെയായി പലയിടങ്ങളിലേക്കും പോകുന്നുണ്ട്. അവരോടൊക്കെ മുമ്പിൽ വളരെ ചങ്കുറപ്പോടുകൂടി നിന്നുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 16 അംഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ആധികാരികമായി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ കാര്യത്തിനകത്ത് എല്ലാ രേഖകളും സുതാര്യമാണ്, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുള്ളതാണ്. തഹസീൽദാർ നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാന വിലയേക്കാൾ 2.5 ലക്ഷം രൂപ കുറച്ചാണ് ആ കുറവ് കൂടി ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മൾ ആ സ്ഥലം പൂർത്തിയാക്കിയത്. അങ്ങനെ ആ മൈതാനം യാഥാർത്ഥ്യമാകുമ്പോൾ ഈ നാടിനകത്ത് ചെറുപ്പക്കാർക്ക് കളിക്കാൻ, ഉല്ലസിക്കാൻ നമ്മൾ പലപ്പോഴും വാചാലാകാറുണ്ടല്ലോ. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ലഹരി ഉപയോഗത്തെ കുറിച്ച് പലപ്പോഴും നാം സംസാരിക്കാറുണ്ട്. ഒരു പൊതുവിടമുണ്ടായിരുന്നെങ്കിൽ, ഒരു കളിസ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ മാറുകയില്ലായിരുന്നു എന്നൊക്കെ. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അത് ദഹിക്കാത്ത ചില ആളുകൾ എല്ലാ പ്രശ്നങ്ങൾക്കകത്തും പുൽക്കൂട്ടിൽ കിടക്കുന്ന ശുനകനെ പോലെ നിലപാട് സ്വീകരിക്കുന്ന ചില ആളുകളെ ആ നിലയിൽ മാത്രമേ കാണാൻ നിർവാഹമുള്ളൂ എന്നുകൂടി ഇതുമായി ചേർത്ത് വെച്ച് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രിയപ്പെട്ടവരെ നാളിതുവരെ ലൈഫ് വാർപ്പിട പദ്ധതിയുടെ ഭാഗമായി 236 വീടുകൾ പൂർത്തീകരിച്ച് നമുക്ക് താക്കോൽ നൽകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 69 വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും നാം ഇപ്പോൾ ഒരുപാട് മുന്നേറ്റങ്ങൾ, നമ്മുടെ അടിസ്ഥാന പശ്ചാത്തല മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ ഫണ്ട് വീതം വയ്ക്കുന്ന കാര്യത്തിനകത്ത് ഒരു പക്ഷപാതിത്വം സ്വീകരിക്കാതെ എല്ലാ വാർഡുകളെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോവുക. പക്ഷേ ഒരു പ്രതിസന്ധി ഇപ്പൊ നാം അഭിമുഖീകരിക്കുന്നുണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ നിർമ്മാണ മേഖല ഏറ്റെടുക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ കോൺട്രാക്ടർമാർ വർക്കുകൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി നവകേരള സദസ്സിൽ പ്രഖ്യാപിക്കപ്പെട്ട 7 കോടി രൂപയുടെ റോഡ് വികസനത്തിന്റെ ഭാഗമായി 50 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട PJ ജോസഫ് MLA ശുപാർശയുടെയും കൂടി ഭാഗമായി നമ്മുടെ പഞ്ചായത്ത് അനുവദിക്കപ്പെട്ടു. പക്ഷേ ടെൻഡർ ചെയ്തിട്ട് ആ വർക്ക് ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നതൊഴിച്ചാൽ നമുക്ക് എല്ലാ മേഖലയിലും വലിയ വികസന മുന്നേറ്റത്തിലേക്ക് മാറാൻ കഴിയുന്നുണ്ട്. ഈ പഞ്ചായത്തിനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചേർത്ത് വെക്കുവാൻ നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും തയ്യാറാകുന്നുണ്ട് എന്ന അഭിമാനം കൂടി ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ചില പ്രത്യേക മേഖലകളിലാണെങ്കിൽ കൂടിയും MP-യുടെയും MLA-യുടെയും ഫണ്ടുകൾ പല മേഖലകളിലേക്കും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ശ്രീമതി ഇന്ദു സുധാകരൻ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ വേദി നിർത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയല്ല. ഈ പഞ്ചായത്തിനകത്ത് ഭരിക്കുന്ന വാർഡിലെ ജനപ്രതിനിധിയുടെ രാഷ്ട്രീയം നോക്കാതെ നിരവധിയായ ഫണ്ടുകൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായി അനുവദിച്ചു തരാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ
ഈ ഭരണസമിതിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ പ്രതിസന്ധി മറികടക്കുന്നതിനായി ഞങ്ങളെ സഹായിച്ചത് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്താണ്. അതിന് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഇന്ദു സുധാകരൻ നടത്തിയിട്ടുള്ള നേതൃത്വപരമായ ഒരു പങ്കുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ കുളപ്പാറ SC നഗറിലടക്കം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ, അവിടെയൊക്കെ ഞാൻ ഓരോന്നിന്റെയും കണക്കാവർത്തിച്ച് അവർ സൂചിപ്പിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് സഹായം ഉണ്ടായിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് സഹായം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സഹായങ്ങളെല്ലാം യഥാസമയം ഏറ്റുവാങ്ങുവാനും അതിന് നമ്മുടെ പഞ്ചായത്ത് ജനങ്ങൾക്ക് അതെല്ലാം ലഭ്യമാക്കുവാനും കഴിയുന്ന നിലയിലേക്കുള്ള ഒരു നല്ല സാമൂഹിക ഇടപെടൽ നടത്തുവാൻ ഞങ്ങൾക്കായി എന്ന അഭിമാന ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഈ മാർച്ച് മാസം 29-ാം തീയതി നമ്മുടെ പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി, സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി നാം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രവർത്തനത്തിലേക്ക് നാം നടന്നു പോകുമ്പോൾ ഓർത്തെടുക്കേണ്ട നിരവധിയായ പേരുകൾ, നിരവധി ആളുകളെല്ലാം ഉണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പരാമർശിക്കുവാൻ സമയക്കുറവ് പോലും മെനക്കെടുന്നില്ല. എങ്കിലും നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റു സന്നദ്ധ സംഘടനക്കാർ, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ നിരവധിയായ പ്രവർത്തനങ്ങളുമായി ഈ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ കൈയയച്ച് സഹായിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനവിഭാഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. നമ്മുടെ ഈ ചെടിച്ചട്ടി സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപയുടെ അടുത്ത് നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. 380 ചെടിച്ചട്ടികൾ വിവിധ പ്രദേശങ്ങളിലായി സ്ഥാപിക്കാൻ. ആ പണം മുഴുവനായും തന്നത് ഈ നാട്ടിലെ ബഹുജനങ്ങളാണ്. ആ പണം മുഴുവനായും നമുക്ക് നടപ്പാക്കുവാൻ വേണ്ടി സ്പോൺസർഷിപ്പ് നൽകിയത് ഈ നാട്ടിലെ ബഹുജനങ്ങളാണ്. ആ ബഹുജനങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ നാം മുന്നോട്ടുള്ള യാത്രയിലാണ്. ആ യാത്ര പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് അവസാനിക്കുകയല്ല. ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ അവസാനിക്കേണ്ടതല്ല ഈ പ്രഖ്യാപനങ്ങളും ഈ പ്രവർത്തനങ്ങളും എന്ന് ഒരിക്കൽ കൂടി നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു പ്രവർത്തനത്തിന്റെ തുടക്കമാണ്. ഈ തുടക്കത്തിൽ നമുക്ക് നേതൃത്വം നൽകാനായി എന്നതിന് അഭിമാനബോധം നമുക്കെല്ലാവർക്കുമുണ്ട്. നാം ഇരിക്കുമ്പോൾ നമ്മുടെ നേതൃത്വത്തിന്റെ ഭാഗമായി ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നതിന്റെ അഭിമാനം നമുക്കെല്ലാവർക്കും ഉള്ളപ്പോഴും ഈ പ്രവർത്തനങ്ങളുടെ ഒരു തുടർ പ്രവർത്തനം ഉണ്ടാവാൻ, നമ്മുടെ നാടിനെ ഇങ്ങനെ സുന്ദര നാടായി നിലനിർത്താൻ, ഉടുമ്പന്നൂരിന്റെ അടയാളപ്പെടുത്തലുകൾ ലോകത്തിന്റെ നിറവിലേക്ക് എത്തുമ്പോൾ ഞാനും ഒരു ഉടുമ്പന്നൂരുകാരനായിരുന്നു എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഇപ്പോൾ ഏപ്രിൽ മാസം 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെ തിരുവനന്തപുരത്ത് വെച്ച് ഒരു അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെടുകയാണ്. വൃത്തി എന്ന പേരിൽ ഈ കേരളത്തിലെ വിവിധ മാതൃകകൾ തീർത്തിട്ടുള്ള പഞ്ചായത്തുകളെ ആദരിക്കുവാനും അവർക്ക് അവരുടെ മികവുകളെ അവിടെ അവതരിപ്പിക്കുവാനും കഴിയുന്ന നിലയിലേക്കുള്ള ഒരു പ്രവർത്തന പരിപാടി 6 ദിവസക്കാലം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഓരോരുത്തർക്കും വേണ്ടി അഭിമാനപൂർവ്വം ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ആ വൃത്തി എന്ന അന്താരാഷ്ട്ര കോൺക്ലേവിലേക്ക് ഇടുക്കി ജില്ലയിൽ നിന്ന് ക്ഷണം കിട്ടിയിട്ടുള്ള 2 പഞ്ചായത്തുകളിലൊന്ന് നമ്മുടെ ഉടുമ്പന്നൂരാണ്. 6 ദിവസക്കാലം നമ്മുടെ ഒരു സ്റ്റാൾ അവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ മികവാർന്ന അവതരണങ്ങൾക്ക് വേണ്ടി ആ വൃത്തി എന്ന അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വാതായനങ്ങളിലേക്ക് ഉടുമ്പന്നൂരിന്റെ നാമം അടയാളപ്പെടുത്തുകയാണ്. അങ്ങനെ ഉടുമ്പന്നൂരിന്റെ പേര് ഓരോ ഉന്നതങ്ങളിലും അടയാളപ്പെടുത്തുമ്പോൾ ഞാനും ഒരു ഉടുമ്പന്നൂരുകാരനാണ് എന്ന അഭിമാനബോധത്തോടു കൂടി പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും നിൽക്കാൻ കഴിയുമ്പോൾ നമുക്ക് ഈ നാടിനെ സുന്ദരമായി തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാം. നാം പലയിടത്തും അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, മാലിന്യങ്ങളെ പെറുക്കി മാറ്റി വൃത്തിയാക്കിയിട്ടുണ്ട്. ആ വൃത്തിയുള്ള ഇടങ്ങളിലേക്ക് പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ ആരും ഇനിയൊന്നും വലിച്ചെറിയല്ലേ, അവിടെ മാലിന്യങ്ങൾ കത്തിക്കരുതേ എന്ന് പറയുവാനുള്ള, ആഹ്വാനം ചെയ്യുവാനുള്ള ബ്രാൻഡ് അംബാസിഡർമാരായി പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയുമ്പോൾ നമ്മുടെ ഉടുമ്പന്നൂർ സുന്ദരമാകും, നമ്മുടെ നാട് സുന്ദരിയാകും. അങ്ങനെ സുന്ദരമായ ഉടുമ്പന്നൂരിന്റെ ശുചിത്വമുള്ള ഉടുമ്പന്നൂരുകാരനായി നാം ഓരോരുത്തരും അടയാളപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിന്റെ കൂടുതൽ എവിടെ ഇരുന്നു കൊണ്ടും ഞാൻ ഉടുമ്പന്നൂരുകാരനാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനകരമായി പറയുവാൻ കഴിയും. ആ നേട്ടത്തിന് നിറവയിലേക്ക് ഈ നാട് നടന്നു കയറുമ്പോൾ ആ നേട്ടത്തിന് വേണ്ടി ഈ ഭരണസമിതിക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച എല്ലാ വിഭാഗം ആളുകളെയും ഹൃദയത്തോട് ചേർക്കുകയാണ്. നമുക്ക് ഈ നേട്ടം മുൻപോട്ട് കൊണ്ടുപോകാൻ, ഈ നേട്ടം തുടരാൻ, നമ്മുടെ നാടിനെ സുന്ദരിയായി മാലിന്യമുക്ത നാടായി ആ നേട്ടം തുടരുവാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തിനെ ശുചിത്വ സുന്ദര ഉടുമ്പന്നൂരായി, മാലിന്യമുക്ത ഉടുമ്പന്നൂരായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. യോഗം ഉദ്ഘാടനം അറിയിക്കുന്ന അഭിവാദ്യങ്ങൾ. ഇന്ന് മാലിന്യമുക്തം നവകേരളം പ്രോഗ്രാമിൻ്റെ 2ാം ഘട്ടത്തോടനുബന്ധമായിട്ട് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും മാലിന്യമുക്ത പഞ്ചായത്തുകളുടേതായിട്ടുള്ള പ്രഖ്യാപനം നടക്കുന്ന ദിവസമാണ്. നമുക്കറിയാം, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം
അനവധിയായ പദ്ധതികൾ മാലിന്യമുക്ത കേരളത്തിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെമ്പാടും ഒരു മനുഷ്യ ആവാസ വ്യവസ്ഥയുണ്ട്. അത് മനുഷ്യരുടെ ആരോഗ്യ ആവാസ വ്യവസ്ഥ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്ന ഈ പ്രത്യേക പ്രോജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ശ്വസിക്കുന്നതായിട്ടുള്ള വായു, അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന മണ്ണ്, ഭൂമി, അതുപോലെ തന്നെ കാലാവസ്ഥ, ഇതെല്ലാം നമ്മളെ ശരിക്കും ആരോഗ്യപരമായിട്ട് അത് നന്നായി ബാധിക്കുന്നതായിട്ടുള്ള ഘടകങ്ങളാണ്. പക്ഷേ ഇതെല്ലാം എങ്ങനെ നമ്മൾ സംരക്ഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മെ സംബന്ധിച്ചും പുതിയ തലമുറ ഇവിടെ മലയഞ്ചി സ്കൂളിലെ കുട്ടികൾ ഇവിടെ വന്ന് അവരുടെ നൃത്തമായും ആംഗ്യ രീതിയിലും ഒക്കെ അവരിവിടെ കാണിക്കുകയുണ്ടായി. ഇനി വരാൻ പോകുന്നതായിട്ടുള്ളൊരു തലമുറയാണ് ഞങ്ങൾ. ഈ തലമുറയ്ക്ക് ഇനി ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? ഇവിടെ വസിക്കുവാനായിട്ടുള്ളതായ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ അവരുടെ നൃത്ത ശില്പം അവതരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അവരുടെ ആ നൃത്തശില്പത്തിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എന്തുവെച്ചാൽ നമുക്ക് ഇനി വരാൻ പോകുന്നതായിട്ടുള്ള തലമുറ അവരാണ്. അവർക്ക് ഈ ഭൂമിയിൽ വളരെ ഭംഗിയായിട്ട് അവർക്ക് ആശ്വാസത്തോടു കൂടി ജീവിക്കണം. ആശങ്കയോടുകൂടിയല്ല, ആശ്വാസത്തോടു കൂടി ജീവിക്കുന്നതിനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മളാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള മാലിന്യങ്ങൾ, എല്ലായിടത്തും മാലിന്യങ്ങൾ, വ്യക്തി മാലിന്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ മാലിന്യങ്ങളുണ്ട്. ഇതെല്ലാം സംസ്കരിക്കുക, ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ചുമതലയാണ്. ആ ചുമതലയിൽ നിന്നുകൊണ്ടുള്ളതായ പ്രവർത്തന ബന്ധാവിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളതായ ഒരു വലിയ കർത്തവ്യവും കടമയും ഒക്കെ നിക്ഷിപ്തമാണ്. അത് നടത്തുന്നതിനുള്ളതായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. അതിന് നമ്മളെല്ലാവരും ഇവിടെ മറ്റ് കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ളതായ വകഭേദമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെയുള്ളതായ എല്ലാ വിഭാഗത്തിലുള്ളതായ ആളുകളും ഈ പ്രത്യേക പരിപാടിയുമായിട്ട് നന്നായി സഹകരിച്ചു കൊണ്ടേ പോകുന്നു. അതിനകത്ത് പ്രത്യേകിച്ചുള്ളൊരു വിഭാഗീയത കാണേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം നമ്മെ സംബന്ധിച്ച് എല്ലാവരും ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, കൊടുമ്പന്നൂർ പഞ്ചായത്തിലെ 28,000-ഓളം വരുന്നതായിട്ടുള്ള ജനവിഭാഗവും ഇതെല്ലാം വേണ്ടുന്ന ആളുകളാണ്. വായു വേണം, വെള്ളം വേണം. വെള്ളം എന്ന് പറയുന്നത് മലിനമല്ലാത്തതായിട്ടുള്ള ജലം. ഇപ്പോൾ ശരിക്കും ഭൂഗർഭ ഗവേഷകരൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മൾ കുടിക്കുന്നതായിട്ടുള്ള വെള്ളത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വെള്ളത്തിലും മാലിന്യങ്ങൾ കലർന്നിരിക്കുകയാണ്. നമുക്ക് ജലാശയങ്ങൾ, ഒട്ടേറെ ജലാശയങ്ങളും നല്ല നല്ല ജലസ്രോതസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ നല്ല മലിനം ദൂരീകരിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ജലങ്ങളല്ല, ഈ ജല ആവാസ വ്യവസ്ഥയല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. മുൻകാലങ്ങളിൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപത്താണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞ മാതിരി വളരെ ഉപയോഗിക്കാനൊക്കെ ഉപയോഗപ്രദമാണ് സംഗതി പ്ലാസ്റ്റിക്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നതായിട്ടുള്ള ഭവിഷ്യത്തുകൾ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭവിഷ്യത്തുകൾ, ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അവരെ ശരിക്കും നമ്മളൊരു ക്യാൻസർ ടെസ്റ്റിന് വിധേയമാക്കി കഴിഞ്ഞാൽ അതിനകത്ത് 9 പേർക്കും അവരുടെ ശരീരത്ത് ക്യാൻസർ കോശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടുത്തം. അതുകൊണ്ടൊക്കെ കുറേ കഴിയുമ്പോഴാണ് നമ്മൾ ഏതാണ്ട് ഒത്തിരി പ്രായം ചെന്നതിന് ശേഷമാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടേതായിട്ടുള്ള ശരീരത്തെ ഈ ക്യാൻസറൊക്കെ കവർന്ന് തീർന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇനി മേലാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ ഗൗരവത്തോട് കാണണം. അത് ശരിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് കഴിയണം. തീർച്ചയായും ഉടുമ്പന്നൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുന്നതായിട്ടുള്ള ഈ മാലിന്യ മുക്തം നവകേരളം പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഭരണസമിതിയുടേതായിട്ടുള്ള നേതൃത്വത്തിൽ വിവിധ എല്ലാ വാർഡുകളിലും ഭംഗിയായിട്ട് 16 വാർഡുകളിലും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളുടേതായിട്ടുള്ള അർപ്പണ മനോഭാവം അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു എല്ലാ പഞ്ചായത്തുകളിലും. എന്നെ സംബന്ധിച്ച് ഞാൻ കുമാരമംഗലം പഞ്ചായത്തിനും കോടിക്കുളം പഞ്ചായത്തിനും കരിമണ്ണൂർ പഞ്ചായത്തിനും ഉടുമ്പന്നൂർ പഞ്ചായത്തിനും ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴായിട്ട് പല പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധിയാണ്. തീർച്ചയായും അവിടെയൊക്കെ തന്നെ തങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം, കടമ
വളരെ ഭംഗിയായി ചെയ്യുന്ന കാര്യത്തിൽ കാണിക്കുന്നതായിട്ടുള്ള ശുഷ്കാന്തി പ്രത്യേകം അഭിനന്ദനാർഹമാണ് എന്നെടുത്തു പറയട്ടെ. എല്ലാ പഞ്ചായത്തുകളിലും ഹരിതകർമ്മസേനയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ നമുക്ക് ഭാവിയിലേക്കും കൂടുതൽ വ്യാപിപ്പിക്കുവാനായിട്ട് കഴിയണം. തീർച്ചയായും ഇവിടെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് ഇന്ന് പ്രഖ്യാപനം നടത്തി. അതിനോടനുബന്ധമായി ഇനിയും അനവധിയായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ജില്ലാ പഞ്ചായത്തിൽ ഏതാണ്ട് 8.5 കോടിയോളം വരുന്ന ഫണ്ടാണ് നമ്മുടെ മാലിന്യമുക്തം നവകേരളം പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ സ്വീവേജ് പ്ലാന്റ് അത് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. 3.5 കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ അലോപ്പതി ഹോസ്പിറ്റലിനും സംയുക്തമായിട്ടുള്ള ഒരു സ്വീവേജ് പ്ലാന്റാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ അവിടെ മാലിന്യത്തിൻ്റെതായിട്ടുള്ള ഒരല്പം കണിക പോലും നിൽക്കാത്ത രീതിയിലാണ് അവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 4.5 കോടി രൂപയുടേതായിട്ടുള്ള പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ട് കുയിലുമല, പൈനാവ് കേന്ദ്രം ഉൾപ്പെടെയുള്ളതായ പ്രദേശങ്ങളിലെല്ലാം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് അനവധിയായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ത്രിതല പഞ്ചായത്തുകളുടെ സംയുക്തമായിട്ടുള്ള പ്രോജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ ജില്ല മാത്രമല്ല 14 ജില്ലകളിലും ഈ പദ്ധതിയുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ ജില്ലയിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും അനവധിയായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് ജില്ലകളിലേക്കൊക്കെ സഞ്ചരിക്കുന്നവരും വായു ശ്വസിക്കുന്നവരും ജലം വെള്ളം കുടിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. 14 ജില്ലകളിലും ഭംഗിയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഓരോ പഞ്ചായത്തുകളും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാനാവിധത്തിലുള്ളതായ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനത്തിൻ്റെ ആളുകൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു ഭാഗം എന്നുള്ളതായ നിലയിൽ ഉടുമ്പന്നൂർ പഞ്ചായത്തിൻ്റെ സുദീർഘമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി വൻപിച്ച ഒരു പരിപാടിയാക്കി മാറ്റിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഒരു ഹരിത വിദ്യാലയങ്ങളും 2 ഹരിത ഓഫീസുകളും അവരുടെ വാർഡിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക ഹരിത ടൂറിസം കേന്ദ്രം ഉപ്പുകുന്ന മേഖലയിലാണ്. നമുക്ക് മുറങ്കട്ടിപ്പാറയും അരുവിപ്പാറ വ്യൂ പോയിന്റും ആ ടൂറിസം കേന്ദ്രങ്ങൾ ഇവിടെ ഭംഗിയായി അവർ ശുചീകരിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ് മാർഗനിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഹരിത വാർഡ് അർഹമായിട്ടുള്ള ഉപ്പുകുന്ന വാർഡിൻ്റെ മെമ്പറേയും അതോടൊപ്പം തന്നെ അവിടുത്തെ മാലിന്യമുക്ത പ്രവർത്തകരെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഹൃദയോഷ്മളമായി അഭിനന്ദിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഇന്ദു സുധാകരനെ ക്ഷണിക്കുന്നു. അടുത്തത് ഹരിതഭവനമാണ്. ഹരിതഭവനം എന്നൊരു കൺസെപ്റ്റ് ഏറ്റെടുത്തത് കേരള വീടുകളെ ഗ്രേഡ് ചെയ്യുകയും ആ ഗ്രഡേഷൻ്റെ ഭാഗമായി ഓരോ വീടിനെയും ഹരിതഭവനങ്ങളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് നാം ഇപ്പോൾ വീടുകൾക്ക് അതിൻ്റെ സ്റ്റിക്കർ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാരംഭഘട്ടത്തിൽ ഓരോ വാർഡിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 16 വീടുകളെ വിലയിരുത്തൽ സമിതിയുടെ പരിശോധനയുടെ ഭാഗമായി പരിശോധിച്ചതിൽ നിന്നും ഹരിതഭവനമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് 1-ാം വാർഡിലെ കൊച്ചുലക്കയിൽ വിജയകുമാറിൻ്റെ ഭവനമാണ്. വിജയകുമാറിനെയും കുടുംബാംഗങ്ങളെയും അവാർഡ് ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു. സ്വന്തം വീടിനെ മികച്ച ഹരിതഭവനമായി സൂക്ഷിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് മികച്ച ഹരിത വിദ്യാലയമാണ്. നമ്മുടെ പഞ്ചായത്തിലെ 10 പൊതുവിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളാണ്. നവംബർ മാസം 1-ാം തീയതി നമ്മൾ പ്രഖ്യാപനം നടത്തിയതാണ്. ആദ്യ ഭാരവാഹികളെയും പുരസ്കാരം ഏറ്റുവാൻ ക്ഷണിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സ്കൂളിന്റെ PTA കമ്മിറ്റി അംഗങ്ങളെയും എതിർഭാഗത്തേക്ക് വരണമെന്ന് അധ്യാപകർ നിർദ്ദേശിക്കുന്നുണ്ട്. പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നെന്ന് അറിയിക്കുന്നു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടി അവരുടെ ജീവനും സുരക്ഷയ്ക്കും വേണ്ടിയെല്ലാം നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള ഈ പദ്ധതി ഒരു വർഷക്കാലമായി വിവിധ പദ്ധതികളുമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ 16 വാർഡുകളിലും ആളുകളെല്ലാവരെയും ഒരുപോലെ ഏകോപിച്ചുകൊണ്ട്
നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് പ്രഖ്യാപനം ഇവിടെ നടത്തുവാൻ നമുക്ക് പിന്നെ ഒരു മാലിന്യമുക്ത കേരളത്തിൻ്റെ നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഒരു മാലിന്യമുക്ത ഗ്രാമം ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, ഉടുമ്പന്നൂർ പഞ്ചായത്ത് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് മാലിന്യമുക്ത ഉടുമ്പന്നൂർ പഞ്ചായത്തായിട്ട് പ്രഖ്യാപനം നടന്നേക്കുന്നത്. ഇത് നമ്മുടെ ഉടുമ്പന്നൂർ പഞ്ചായത്തിന് മാത്രം കാര്യമല്ല, നമ്മുടെ കേരളം തന്നെ മാലിന്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ 30-ാം തീയതി. ഇന്ത്യയിൽ 28 സ്റ്റേറ്റ് ഉണ്ടെങ്കിലും ഈ കേരളം മാത്രമാണ് മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കാൻ പറ്റിയത്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന നമ്മുടെ ആ ഒരു ക്യാപ്ഷൻ എന്നും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ എന്നും ശുചിത്വപൂർണ്ണമായി നിലനിർത്തുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മളിൽ ഉണ്ടാവുന്നത്രയും കാലം നമുക്ക് ഈ ഒരു അവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. എന്തായാലും നമ്മുടെ നാട്ടിൽ പിന്നെ പ്രസിഡന്റ് സൂചിപ്പിച്ചപോലെ തന്നെ വളരെ മനോഹരമായി നിലനിർത്തുന്നതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. വെറും ഒരു പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നല്ലാതെ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഇനിയും നമ്മൾ തുടർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉടുമ്പന്നൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയും നല്ല നല്ല പ്രവർത്തനങ്ങളോടൊപ്പം ഉടുമ്പന്നൂർ CDSൻ്റെ അതായത് കുടുംബശ്രീയുടെയും പ്രവർത്തനങ്ങൾ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയോടൊപ്പം ഉണ്ടാകും. നിലാൻ നെറ്റോ, ഗൗരികൃഷ്ണ VS, ഗംഗകൃഷ്ണ VS, ഗായത്രി ശ്രീനിവാസൻ, ആൽമിക M ബിനീഷ്, സെനോര അനീഷ്. നമുക്കായി ഗാനം ആലപിച്ച അഭിരാമിയെ കൂടി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ ഹരിതകർമ്മ സേനാംഗം ലിസി രാജു ചേച്ചിയെ ക്ഷണിക്കുന്നു. കത്തിക്കല്ലേ, മാരക രോഗങ്ങൾ കടിമയാകും. പ്ലാസ്റ്റിക്കു മാലിന്യം എറിഞ്ഞിടല്ലേ, കുടിവെള്ളം മലിനമായിത്തീരും. പ്ലാസ്റ്റിക്കു വൃത്തിയായി സൂക്ഷിക്കുക, ഹരിതകർമ്മ സേന വന്നെടുക്കും. യൂസർ ഫീ 50 രൂപ മാത്രം, ആരും കൊടുക്കുവാൻ മറന്നിടല്ലേ. യൂസർ ഫീ പഞ്ചായത്തെടുക്കുന്നില്ല, ഞങ്ങളുടെ വരുമാന മാർഗമാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള ഓർഡറല്ലേ, പാലിക്കാതിരിക്കുവാൻ തരമില്ലല്ലോ. പ്ലാസ്റ്റിക്കു മാലിന്യം എറിഞ്ഞിടുമ്പോൾ ജനത്തിൻ്റെ സ്രോതസ്സടഞ്ഞു പോകും. നീരുറവുകളെ തടസ്സമാക്കും, ഭൂമിയെ വരണ്ട നീലമാക്കിയിടും. സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കാം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ചു വരാം. ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കേണ്ട കടമയില്ലേ. ഹരിത വീട്ടിൽ നിന്നും നാട്ടിലേക്ക് ഹരിത കേരളത്തെ വാർത്തെടുക്കാൻ എല്ലാരും കൂടിയിടാമോ? ഹരിതസേനയെ സഹായിക്കാമോ? ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിത പോരാട്ട
30 നാടിനെ ശുചിത്വമാക്കി തീർക്കാൻ വീടായ വീടെല്ലാം കേറിയിടുന്നു. എല്ലാരും കൈകോർത്തു പോരുമെങ്കിൽ മാലിന്യമുക്തത നേടിടാം നാം. എല്ലാരും ഒത്തൊരുമിക്കുമെങ്കിൽ 100ന്റെ വിജയത്തിലെത്തിച്ചേരാം. പ്ലാസ്റ്റിക്കു മാലിന്യം കത്തിക്കല്ലേ, മാരക രോഗങ്ങൾ കടിമയാകും. പ്ലാസ്റ്റിക്കു മാലിന്യം എറിഞ്ഞിടല്ലേ, കുടിവെള്ളം മലിനമായി തീരും. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തന രംഗത്ത് വ്യത്യസ്തങ്ങളാർന്ന ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തികളെ, വിവിധ മേഖലകളിൽ തിരഞ്ഞെടുത്തുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്ത് ആദരവ് നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ 4 വ്യക്തികളെ ഹരിത രത്നങ്ങളായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ്. അതിലൊന്നാമത്തെ ആൾ നമ്മുടെ പഞ്ചായത്തിലെ താമസക്കാരനല്ല എങ്കിലും നമ്മുടെ പഞ്ചായത്തുമായി വിവിധ മേഖലകളിൽ ടൂറിസം രംഗത്തടക്കം നമ്മളുമായി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന പ്രിയപ്പെട്ട ശ്രീ നിബി തോമസ് പുതിയകുന്നേൽ ആലക്കോട് എന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ ചെപ്പൂളത്ത് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു സാഹസിക കായിക വിനോദത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ ഉപ്പുകുന്ന മേഖലയിലും അതുപോലെയുള്ള വ്യൂ പോയിന്റുകളിൽ വെളിയിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങളെ അതിസാഹസികമായി റോക്ക് ക്ലൈംബിംഗ് എന്ന സാങ്കേതിക കായിക വിനോദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മാലിന്യത്തെ അവിടെ നിന്ന് കളക്ട് ചെയ്യുകയും നമ്മുടെ വ്യൂ പോയിന്റുകളെ ഒക്കെയൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഏറ്റെടുത്തുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിവിധ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറെ ആദരവോടുകൂടി ഉടുമ്പൻ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീ നിബി തോമസിനെ ഹരിതരത്നം പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ നിബി തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് പ്രസിഡന്റ് അഭ്യർത്ഥിക്കുന്നു. രാജ് ഒരു മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട ഒരു കവിത അല്ലെങ്കിൽ ഒരു ഗാനം ഇവിടെ ആലപിക്കുകയുണ്ടായി. മാലിന്യമുക്ത കേരളത്തെക്കുറിച്ചും മാലിന്യമുക്തമായി ബന്ധപ്പെട്ട് നാം നേടിയ നേട്ടം നിലനിർത്തുന്നതിനെ കുറിച്ചുമെല്ലാം വളരെ അർത്ഥവത്തായിട്ടുള്ള വരികൾ എഴുതുകയും അതിനെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു മനോഹരമായ ഗാനമാണ് ഇവിടെ അഭിരാമി ആലപിച്ചത്. ആ ഗാനത്തിന് രചന നിർവഹിച്ചത് പ്രിയപ്പെട്ട അഭിരാമിയുടെ പിതാവും ഇപ്പോൾ നമ്മുടെ ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രാജേട്ടനുമാണ്. ഇത് മാത്രമല്ല ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ നിസ്തുലമായ നിലയിൽ ഉടുമ്പന്നൂർ 14-ാം വാർഡിൽ ക്ലസ്റ്ററിൻ്റെ ഭാരവാഹി എന്ന നിലയ്ക്ക് സ്വന്തം നിലയിൽ തന്നെ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുക്കുകയും ഈ രംഗത്തെ വ്യത്യസ്തമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. ആ നിലയിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയും പരിഗണിച്ചുകൊണ്ടും ഇത്ര മനോഹരമായ ഒരു ഗാനം എഴുതി ചിട്ടപ്പെടുത്തി ഒട്ടേറെ പണം മുടക്കിയാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുകയും നമ്മുടെ ഒരു തീം സ്ലോഗനായി ആ ഗാനം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആ ഗാനം രചിച്ച് വ്യത്യസ്തമായ ഇടപെടൽ നടത്തിയ പ്രിയപ്പെട്ട ശ്രീ രാജു KG കൊല്ലംപറമ്പിനെ ഉടുമ്പഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഹരിതരത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട ശ്രീ രാജേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വൈസ് പ്രസിഡന്റ് പുരസ്കാരം നൽകും. ഇവിടെ ഈ ഉടുമ്പന്നൂർ ഗ്രാമത്തിലെ റോഡിൻ്റെ ഇരുവശങ്ങളും നമ്മൾ ബഹുജന പങ്കാളിത്തത്തോടുകൂടി സ്പോൺസർഷിപ്പോടുകൂടി ചെടിച്ചട്ടികൾ വെച്ച് മനോഹരമാക്കിയുണ്ടായി. എല്ലാ കടക്കാരും എല്ലാ വ്യാപാരികളും ആ ചെടികളെ നന്നായി പരിപാലിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ അതിന് ഒന്നിലധികം ചെടികളെ നട്ട് പരിപാലിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ചെടികളുടെ പരിപാലനത്തിൽ വ്യത്യസ്തമാർന്ന ഒരു സമീപനം സ്വീകരിച്ച വ്യക്തിത്വത്തെ ഞങ്ങൾ കാണുവാനിടയായി. പാറേക്കവലിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന അമയപ്ര കോട്ടക്കവല ഭാഗത്ത് താമസിക്കുന്ന ശ്രീ AM ഷഹബ് ആലങ്ങാട്ട്. അദ്ദേഹം വെളുപ്പിന് 4:30 മണിക്ക് ഇവിടെ കടകളില്ലാത്ത പാറേക്കവല മുതൽ ന്യൂ സിറ്റി വരെയുള്ള പ്രദേശം തൻ്റെ വാഹനമായി ഓട്ടോറിക്ഷയിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ വെള്ളം കരുതി കൊണ്ടുവന്ന് ഏതാണ്ട് 50ഓളം ചെടികളെ ഒറ്റയ്ക്ക് വെള്ളം ഒഴിച്ച് സംരക്ഷിക്കുകയും ആരുടെയും പ്രേരണയില്ലാതെ
നിസ്വാർത്ഥമായ നിലയിൽ ആ ചെടികൾക്ക് വളമിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഏതാണ്ട് 50ഓളം ചെടികളെ സ്വന്തം നിലയിൽ പരിപാലിച്ച് വ്യത്യസ്തമായ ഒരു ഇടപെടൽ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ AM ഷഹബ് ആലങ്ങാട്ടിനെ ഉടുമ്പല ഗ്രാമപഞ്ചായത്ത് ഹരിതരത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു. അതിനെ ഏറ്റുവാങ്ങുന്നതിനായി ഷഹബിനെ ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അഭ്യർത്ഥിക്കുന്നു. ഷഹബ് മാത്രമല്ല, നിരവധിയായ ആളുകൾ എല്ലായിടത്തും ഈ ചെടിച്ചെടി സംരക്ഷിക്കുന്നുണ്ട്. വെള്ളമെട്ട് സംരക്ഷിക്കുന്ന എല്ലാ വ്യാപാരികളും നമ്മൾ സഹകരിക്കുന്നുണ്ട്. അല്ലാതെയുള്ള ആളുകളുമുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പക്ഷേ അദ്ദേഹം ചെയ്ത വ്യത്യസ്തമായ പ്രവർത്തനം എന്ന നിലയിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത്. ഹരിതരത്ന പുരസ്കാരങ്ങൾ അങ്ങനെ പൂർത്തിയാവുകയാണ്. പുരസ്കാരം നൽകുന്നതിനായി നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രനെ ക്ഷണിക്കുന്നു. 3 സമ്മാനങ്ങളാണ് നമ്മൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ നടന്ന റാലിയിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് 4 ജഡ്ജസ് നടത്തിയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആ 4 ജഡ്ജസിൻ്റെയും മാർക്കുകൾ കൂട്ടി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ വാർഡുകളെയാണ് ആദരിക്കുന്നത്. അതിൽ 3ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് 5ാം വാർഡ് ചീനിക്കുഴിയാണ്. ചീനിക്കുഴി വാർഡിലെ വാർഡ് മെമ്പർ ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലാണ്. ആ വാർഡിൽ നിന്നുള്ള CDS അംഗങ്ങളുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ, വാർഡിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ ആ പുരസ്കാരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് CDS ഭാരവാഹികൾ, വാർഡ് തല സമിതി അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാവരെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനെ ക്ഷണിക്കുന്നു. കട്ടിക്കയം വാർഡിലെ മെമ്പർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി CPI പാർട്ടിയുടെ പ്രതിനിധി ശ്രീ രാജു കൊന്നനാൽ അവരെ ക്ഷണിക്കുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുവെങ്കിൽ പോലും നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി എടുക്കുവാനുള്ള ഓരോരുത്തരും ഓരോ വ്യക്തികളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇനി ഒരു മാലിന്യം ഇവിടെ കണ്ടാൽ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൂടുതൽ കുറ്റം പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതുണ്ടാവാതിരിക്കുവാൻ അതുപോലെ സ്കൂൾ തലങ്ങളിൽ, പ്രൈമറി തലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ ഇതിന് ബോധവൽക്കരണം നടത്തുവാൻ കാരണന്മാരും ടീച്ചേഴ്സും ഒക്കെ തയ്യാറാവണം. കാരണം ഈ കുഞ്ഞു പിള്ളേരാണ് ഏറ്റവും കൂടുതൽ മുട്ടായിക്കര രസങ്ങളുടെ സാധനമൊക്കെ വരുന്നത്. അവരേക്ക് ഇത് പറഞ്ഞു കൊടുത്ത് ചെറുപ്പത്തിലെ അവരെ വളർത്തി കഴിഞ്ഞാൽ, സ്കൂൾ തലങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർ വലുതാവുമ്പോൾ ചിട്ടയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മാനവ ഹൃദയങ്ങൾ മാനസമൊന്നായി കോർത്ത്
മാലിന്യമുക്തമാം പുതുകേരളം ഹരിതമം ഗ്രാമമെന്നുദ്ഘോഷിച്ചിടുവാൻ ഉദ്യാനമായി കൊടുമ്പന്നൂരും ഇന്ന് ഉണരുകയായി കൊടുമ്പന്നൂരും മാലിന്യമുക്തമാം നാടിനു വേണ്ടി നാം നേടിയതെല്ലാം സഫലമാക്കാൻ മാലിന്യമുക്തമാം നാടിനു വേണ്ടി നാം തുടർ പ്രവർത്തനവും ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കും എല്ലാം നിന്ന് നമുക്ക് മുന്നിൽ നിന്ന് സഹായിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയും